അപ്പൊ ഞാൻ നമ്മുടെ ബിഗ് ബോസിലെ അക്ഷര ചേച്ചിന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ് നമ്മുടെ ദക്ഷിണയിൽ എത്തിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കുട്ടനല്ലൂർ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. കാരണം എന്റെ ഒരു കണ്ടിട്ടാണ്. പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ വീണ്ടും ഇവിടെ എത്തിപ്പെടാൻ അപ്പൊ വന്നതിന്റെ റീസൺ ഉണ്ട്. ഞാൻ ചേട്ടനൊന്നും ബുദ്ധിമുട്ടിക്കാനും കൂടിയാണ് ഇവിടെ എത്തി വന്നിരിക്കുന്നത്. വേറെ അത്യാവശ്യം നല്ല രീതിക്കുള്ള കളക്ഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ ജസ്റ്റ് വന്നപ്പോ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് തന്നെ കോസ്റ്റ്യൂം കൊണ്ടുപോകണം. എങ്ങനത്തെ ഒരു മോഡൽ വേണ്ട നമുക്ക്? എനിക്ക് അത്യാവശ്യം ഒരു ടോപ്പ് ടൈപ്പ് മതി. സെയിം ലൈനും കുഴപ്പമൊന്നുമില്ല. ഒരു ഗൗൺ പോലെ നമുക്ക് ചെയ്യാം. ഒരു സ്ലീവ്ലെസ് സ്ട്രാപ്പ് കൊടുത്തിട്ടാണ് വേണ്ടത്. കുറച്ച് പാർട്ടി വെയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യണ പോലത്തെ അങ്ങനെ ഫ്ലയർ ആയിട്ട് അടിഭാഗം വന്നപ്പോൾ സെറ്റ് ചെയ്യും. ഓക്കെ, എത്രയും പെട്ടെന്ന് ചെയ്യാം. അപ്പൊ നമുക്കിനി ഈ സംഭവങ്ങളൊക്കെ ഏതൊക്കെ ഇതുപോലെ മതി ഒക്കെ മതി. ഇത് കുറച്ചുകൂടി ഫ്ലയർ ആക്കിയിട്ട് ചെയ്യാം. കുറച്ച് നല്ല രീതിയിൽ ഫ്ലയർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സാറ്റിനാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു നെറ്റ് വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി ഒരു കുറച്ച് ഫീല് വരും. പിന്നെ ഒരു ഇതായിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് വേഗം പോയിട്ട് കട്ട് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ നോക്കി സെറ്റ് ചെയ്യും. പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പുതിയ അതൊക്കെ നോക്കി ഇതാക്കി ഞാൻ ഓടിക്കൊണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആകും. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് കാലത്ത് വന്ന് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാറാണ്, ഗൗണാണ്, വെഡിങ് ഡ്രസ് ആയാലും ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും വർക്കേഴ്സ് ഉണ്ട്. നമുക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. ഒരു ഡ്രസ് ശരിക്കും പറഞ്ഞ ഡ്രസ് ചെയ്യാനായിട്ട് ഒരു 3 മണിക്കൂർ അത്ര വേണ്ടോ? ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഓൺലൈനിലായിട്ടാണ് അയക്കണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ തൃശ്ശൂരുള്ള ആളല്ല, വേറെ ജില്ലയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ എങ്ങനെ പോയാലും 2 ദിവസം പിടിക്കുമായിരിക്കുമല്ലോ. ഇപ്പൊ ഇന്ന് വിളിച്ച് പറയാണ് നാളെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? അതായത് സർവീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ബസ് ഒക്കെ ഉണ്ടല്ലോ, ട്രാവൽ അതിലൊക്കെ അങ്ങനത്തെ എപ്പോഴും വരുന്നതാണ് നമുക്ക് സ്ഥിരമായിട്ട്. ഏറ്റവും കൂടുതൽ അർജന്റ് കേസുകളാണ് നമ്മൾ ഷൂട്ടിനൊക്കെ പെട്ടെന്ന് വരില്ല. ആ സമയത്ത് നമ്മള് എപ്പോഴും ചെയ്യുന്നത് ഇതേപോലെയാണ്. ചിലപ്പോ നമ്മളെ കൊണ്ടിട്ട് ജോലി ചെയ്യാറുണ്ട്. അത്രയ്ക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ഇപ്പൊ എറണാകുളത്ത് ഷൂട്ടാണെന്ന് പറഞ്ഞാൽ രാത്രി രാവിലെ കൊണ്ടുവരും. പെട്ടെന്ന് ഷൂട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങളോട് വൈകുന്നേരം ആരെങ്കിലും കൊടുത്തുവിടും. അല്ലെങ്കിൽ കുറെ ചെയ്താൽ ഇപ്പൊ 1 ദിവസം കൊണ്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഐഡിയ ഉണ്ടാവില്ല ഇന്ന ഫംഗ്ഷൻ ഇന്ന രീതിയിൽ. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ മെയിൻലി കസ്റ്റമർ നമ്മുടെ ഡിസൈനിങ് പൊട്ടിക്കാണല്ലോ. അപ്പൊ കസ്റ്റമറിന് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ജസ്റ്റ് ഒരു ഐഡിയ തരും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈ ഒരു കളർ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറയാം. ഞാൻ ചിലപ്പോ ആ ഫംഗ്ഷൻ മുമ്പ് ആ കളർ ഇടണ്ട, നമുക്ക് വേറൊരു കളറില്ല. ശ്രദ്ധിക്കപ്പെടുന്നത് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് വെഡിങ്ങിന്റെ എൻഗേജ്മെന്റ് ആണ്, അങ്ങനത്തെ ഫംഗ്ഷൻ നമ്മൾ പോകാനുള്ളത്. അപ്പൊ നമുക്കൊരു ബഡ്ജറ്റ് പേ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു അർജന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പൈസ വാങ്ങാനില്ല. നമ്മൾ നോർമലി എന്ത് ചെയ്യണോ അതേ സെയിമിൽ ചെയ്തു. നിങ്ങൾക്ക് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു തരും. വെജിറ്റബിളൊക്കെ ക്വാളിറ്റി അത്ര മോശം ക്വാളിറ്റി അല്ല, നല്ല ക്വാളിറ്റിയിലാണ്. വേറൊന്നല്ല, കാരണം ഇപ്പൊ ചിലവര് വരാൻ പറ്റിയില്ല. അവരെല്ലാം ഇന്ന തുണിയില് വേണം, ഇന്നത് വേണം. അപ്പൊ അതൊക്കെയാണ്, അതായിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ ഇത്ര നാളായിട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മള് എന്ത് ഡിസൈൻ ചെയ്ത് കൊടുത്താലും നല്ല അവർക്ക് ഹാപ്പിയാണ്. കാരണം അവര് ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കസ്റ്റമർ കയ്യിൽ കിട്ടിയിട്ട് ആ ഒരു ഇതാണ്. അപ്പൊ വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് ഉള്ളത്. ബിഗ് ബോസിലുണ്ടായിരുന്നു നന്ദന ചേച്ചി, അതുപോലെ അപ്സര ചേച്ചിയുടെ കോസ്റ്റ്യൂം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിവിട്ടത്. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എങ്കിൽ പോലും ഇനിയും കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡൗട്ടാണ് ഞാൻ ചോദിച്ചതായിരുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ട് വരാൻ അറിയില്ല നമ്മളെങ്ങനെയാ ചെയ്യണത്. പക്ഷെ ഇപ്പൊ കുറെ പേർക്ക് അറിയാം നമ്മളെ കാര്യങ്ങളൊക്കെ, എന്താ ചെയ്യണ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ചിലപ്പോ നിങ്ങൾ ഇവിടെ എത്തിയിട്ടാണ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു.
കൊള്ളാല്ലേ കളറൊക്കെ നോക്കട്ടെ. കൊള്ളാല്ലേ? എനിക്കിത് കണ്ടിട്ട് ഇടാണ്ട് ഒരു സമാധാനം ഇല്ല. പോയിട്ട് ട്രൈ ചെയ്തു. അടിപൊളിയായിട്ടുള്ള സംഭവം. കൊള്ളാല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സാണ് നമ്മള് ഫീറ്റ്സ് ഒക്കെ വെച്ചത് കുറച്ചുകൂടി പഫി ഫീല് വരും. ഇവിടെ ഒരു കോവച്ച് നമുക്ക് ഒരു ഫീൽ വരും. പക്ഷെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മണിക്കൂറാണ് അതേ തന്നെ പറയുന്നത്. ഒരാളല്ലേ ചെയ്യുന്നത്, 3-4 പേരല്ലേ ചെയ്യുന്നത്. ഓരോ പോർഷനായിട്ട് ഓരോരുത്തർ ചെയ്യണം. ടൈം നമുക്ക് 5 പേര് 5 മണിക്കൂറാണ് വരുന്നത്. 1 മണിക്കൂറല്ല ശരിക്കും വേണ്ടത്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ഞാൻ ആരെയും കൊണ്ടുപോകുന്നുള്ളത്. ഉറപ്പായും. കാരണം ഇപ്പൊ ഞാൻ ലൈവായിട്ടുള്ള എല്ലാം കണ്ട് സ്റ്റിച്ചിങ്ങിന്റെ കാര്യമൊക്കെ മനസ്സിലായില്ല എങ്ങനെ ചെയ്യണം. എനിക്ക് എന്താ പറയാ 100% കൊടുത്ത് പറയാം. അപ്പം പിന്നെ ലൈവായി കണ്ടല്ലോ 1 മണി ഫംഗ്ഷന്റെ വീഡിയോ കാണാൻ ഫംഗ്ഷന്റെ ഒക്കെ പോയിട്ട് ഉറപ്പായും.